ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ഇന്ത്യൻ ഹിസ്റ്ററി. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വരുന്ന മൊഡ്യൂളുകൾ നമ്മളൊന്ന് ഓടിച്ച് കവർ ചെയ്ത് പോയിട്ടുണ്ട്. നമുക്ക് ടോപ്പിക് ബേസ് ആയിട്ട് ഇനി എടുക്കാം. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നടക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് ആർട്ടിക്കിൾ 370 കുറിച്ചാണ്. ഈ ആർട്ടിക്കിൾ 370 എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീരിന് പ്രത്യേകമായ സ്വയംഭരണ അവകാശം നൽകുന്നതിന് വേണ്ടി ഇന്ത്യൻ ഭരണഘടനയിൽ വന്നിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് ആർട്ടിക്കിൾ 370. ജമ്മു കാശ്മീരിന് പ്രത്യേക സ്വയംഭരണ പദവി നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു വ്യവസ്ഥയാണ് ഏത് ആർട്ടിക്കിൾ 370 എന്ന് പറഞ്ഞാൽ. അപ്പോൾ 1949 അതായത് 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 2 വർഷത്തിന് ശേഷം ഒരു താൽക്കാലിക നടപടിയായിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്, ആർട്ടിക്കിൾ 370 കൊണ്ടുവന്നിട്ടുള്ളത്. എങ്കിലും ഇത് 2019 ഓഗസ്റ്റ് 5 വരെ ഇത് നിലനിന്നിട്ടുണ്ടായിരുന്നു. 2019 ഓഗസ്റ്റ് 5 എന്ത് ചെയ്തു? സർക്കാർ ഇത് റദ്ദാക്കിയിട്ട് നമുക്കറിയാം എന്തുണ്ടായിട്ടുണ്ട്. കാശ്മീർ എന്ന സംസ്ഥാനത്തെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ. 2019 ഓഗസ്റ്റ് 5 ഇന്ത്യൻ സർക്കാർ ഈ ആർട്ടിക്കിളിനെ റദ്ദാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനത്തെ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ അതുവരെ 70 വർഷക്കാലം എന്ത് നിലനിന്നിട്ടുണ്ട്? ഈ ആർട്ടിക്കിൾ 370 നിലനിന്നിട്ടുണ്ട്. ഈ ആർട്ടിക്കിൾ 370 പ്രകാരം എന്താ അതിൻ്റെ ഒരു വ്യവസ്ഥ എന്താണ്? അതായത് ജമ്മു കാശ്മീരിന് സ്വന്തമായിട്ട് പതാകയും വിദേശകാര്യം, പ്രതിരോധം, ആശയവിനിമയം ഇവ ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളിലും സ്വന്തമായ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരവും നൽകുന്ന വകുപ്പായിരുന്നു ഏത്? ആർട്ടിക്കിൾ 370. അതുപോലെ തന്നെ പൗരത്വവും സ്വത്തവകാശം നിയന്ത്രിക്കുന്ന പ്രത്യേക നിയമങ്ങളും അടങ്ങിയതായിരുന്നു നമ്മുടെ ഈ ആർട്ടിക്കിൾ 370 എന്ന് പറഞ്ഞാൽ. ഇതാണ് 2019 ഓഗസ്റ്റ് 5 റദ്ദാക്കപ്പെട്ടത്. അപ്പോൾ ഇതിന് പിന്തുണയും അനുകൂലവും പ്രതികൂലമായ വാദഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അനുകൂല വാദക്കാർ എന്താണ് പറയുന്നത്? അതായത് ഇങ്ങനെ ഒരു നിയമം വന്നാൽ അല്ലെങ്കിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കപ്പെട്ടാൽ എന്തുണ്ടാവും? ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ജമ്മു കാശ്മീരിന് നല്ല രീതിയിലുള്ള ബന്ധം ഉണ്ടാവുമെന്നും സമാധാനവും സമൃദ്ധിയും കളിയാടുമെന്നും അവർ പറഞ്ഞു. എന്നാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വാദക്കാർ എന്താ പറയുന്നത്? ഇത് കൂടുതലായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ജമ്മു കാശ്മീരിനെ അകറ്റി മാറ്റുകയാണ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് വാദിച്ചുള്ളത്. അപ്പോൾ ഇതിനെതിരെ അതായത് ഈ ഇന്ത്യൻ്റെ ഉള്ളിലും ഇന്ത്യക്ക് പുറത്തുമായിട്ട് ധാരാളം എതിർപ്പുകൾ, അതുപോലെ അനുകൂലവും പ്രതികൂലവുമായ ചർച്ചകൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഏത്? ആർട്ടിക്കിൾ 370. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 370 എന്ന് ചോദിച്ചാൽ ജമ്മു കാശ്മീരിന് പ്രത്യേകമായ സ്വയംഭരണ അവകാശം നൽകുന്ന ഒരു വ്യവസ്ഥയായിരുന്നു ആർട്ടിക്കിൾ 370. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് നക്സൽബാരി പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. എന്താണ് നക്സൽബാരി പ്രസ്ഥാനം? എവിടെയായിരുന്നു? പശ്ചിമ ബംഗാളിൽ, ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിലെ ഒരു ഗ്രാമത്തിൽ, നക്സൽബാരി എന്ന ഗ്രാമത്തിൽ 1967 ആരംഭിച്ച ഒരു മാവോയിസ്റ്റ് കലാപമാണ്, ഒരു പ്രസ്ഥാനമാണ് ഇത് നക്സൽബാരി പ്രസ്ഥാനം അല്ലേ. ഇതിനെന്തുകൊണ്ടാണ് മാവോയിസ്റ്റ് എന്ന് പറയാൻ കാരണം? അതായത് മാവോ സേതൂങ്ങിൻ്റെ ആശയങ്ങളിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെന്ത് പറയുന്നത്? മാവോയിസ്റ്റ് പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൻ്റെ വക്താക്കളായിട്ടുണ്ടായിരുന്നത് ചാരു മജുംദാർ, കനു കന്യാൽ, ജംഗൽ സാന്താൽ എന്നിവരായിരുന്നു. ആരൊക്കെയായിരുന്നു? ചാരു മജുംദാർ, കനു സന്യാൽ, ജംഗൽ സന്താൽ എന്നിവരാണ്. അപ്പോൾ ഇതെന്താണ്? നക്സൽബാരി ഗ്രാമത്തിൽ, ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിലെ നക്സൽബാരി ഗ്രാമത്തിൽ 1967 ആരംഭിച്ച പ്രസ്ഥാനമാണ് ഇത് നക്സൽബാരി പ്രസ്ഥാനം. അപ്പോൾ ചൈനീസ് ആഭ്യന്തര യുദ്ധത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിജയത്തിലേക്ക് എത്തിക്കുകയും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിക്കുകയും ചെയ്ത മാവോ സേതൂങ്ങിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ളത്. അതായത് ചൈനീസ് ആഭ്യന്തര യുദ്ധത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിജയത്തിലേക്ക് നയിച്ച ഒരു വ്യക്തിയായിരുന്നു ആര്? നമ്മുടെ മാവോ സേതൂങ്. അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഏത് കൊണ്ടുവന്നിട്ടുള്ളത്? നക്സൽബാരി പ്രസ്ഥാനം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സായുധ വിപ്ലവത്തിലൂടെ ഇന്ത്യൻ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം സ്ഥാപിക്കുക എന്നതായിരുന്നു ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം.
അപ്പം എന്തായിരുന്നു, സായുധ വിപ്ലവത്തിലൂടെ ഇന്ത്യൻ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം സ്ഥാപിക്കുക എന്നതായിരുന്നു ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. അപ്പം ഭരണവർഗങ്ങൾ കൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട കുറേ ആൾക്കാരുണ്ട് അല്ലേ, അടിച്ചമർത്തപ്പെടുകയും ചെയ്ത കർഷകരുണ്ട്, കർഷക തൊഴിലാളികളുണ്ട്, അതുപോലെ വിവിധ ഗോത്ര സമൂഹങ്ങളുണ്ട്. ഇവരൊക്കെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ പ്രസ്ഥാനം മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീ വിഭാഗങ്ങൾ, അതുപോലെ മറ്റ് ജാതികൾ, ഗോത്രങ്ങൾ, ഇവരെയൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി ഉന്നതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പ്രസ്ഥാനം കടുത്ത സർക്കാർ അടിച്ചമർത്തലൊക്കെ നേരിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം കുറേ അതിൻ്റെ നേതാക്കന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അറസ്റ്റ് വരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പ്രസ്ഥാനം ഇന്നും ഇന്ത്യയിലുടനീളം ഇത് ഇന്ത്യയിലുടനീളം വ്യാപിക്കും. ഇതിൻ്റെ വിവിധ രീതിയിൽ, വിവിധ രൂപഭേദങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ, അതായത് ഇന്ന് ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ജാർഖണ്ഡ്, ഒഡീഷ, അതുപോലെ ഛത്തീസ്ഗഡ് പോലുള്ള പ്രദേശങ്ങളിലൊക്കെ നക്സലൈറ്റ് പ്രസ്ഥാനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ പ്രസ്ഥാനത്തെ എന്ത് പേരിലും അറിയപ്പെടുന്നുണ്ട്, മാവോയിസ്റ്റ് പ്രസ്ഥാനം അല്ലെങ്കിൽ മാവോയിസ്റ്റ് കലാപങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. കാരണം എന്താ, മാവോ സേതുങ്ങിൻ്റെ ആശയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതൊരു പ്രധാന ആഭ്യന്തര സുരക്ഷാ ഭീഷണിയായിട്ട് ഇന്നും ഇന്ത്യൻ സർക്കാർ കണക്കാക്കുന്ന ഒന്നാണ് നക്സൽ ബാരി പ്രസ്ഥാനം എന്ന് പറഞ്ഞുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ സുന്ദർലാൽ ബഹുഗുണയെക്കുറിച്ചാണ്. സുന്ദർലാൽ ബഹുഗുണയെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകനും അതുപോലെ സാമൂഹിക പ്രവർത്തകനുമായിരുന്നു ആര്യ സുന്ദർലാൽ ബഹുഗുണ. അദ്ദേഹത്തിന് ആരുടെ ആശയത്തിലാണ് പ്രചോദനം ഉൾക്കൊണ്ടെന്നറിയോ? നമ്മുടെ മഹാത്മാഗാന്ധിയുടെ അഹിംസാത്മകമായ ആശയങ്ങളിലായിരുന്നു അദ്ദേഹം പ്രചോദനം ഉൾക്കൊണ്ടുണ്ടായിരുന്നത്. അതായത് അഹിംസാത്മകമായ ചെറുത്തുനിൽപ്പിലൂടെ എന്ത് ചെയ്യണം, അവിടെ വനങ്ങളെ സംരക്ഷിക്കുക, മരം മുറിക്കാതിരിക്കാൻ, അതിന് മരങ്ങളെ എന്താ പറയുക കെട്ടിപ്പിടിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പോളിസികൾ. അപ്പോൾ ഏത് വർഷമായിരുന്നു? 1970കളിലും 80കളിലും ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് ഉത്ഭവിച്ച അഹിംസാത്മകമായിട്ടുള്ള ഒരു ചെറുനിൽപ്പ് പ്രസ്ഥാനമായിരുന്നു സുന്ദർലാൽ ബഹുഗുണ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ ചിപ്കോ പ്രസ്ഥാനം. എൻ്റെ പേരെന്തായിരുന്നു? ചിപ്കോ പ്രസ്ഥാനം അല്ലേ. അതായത് വനങ്ങളും പ്രദേശത്തെ ജനങ്ങളുടെ ഉപജീവനവും സംരക്ഷിക്കാൻ വേണ്ടി അഹിംസാത്മകമായ മാർഗത്തിലൂടെ, ഗാന്ധിജിയുടെ അഹിംസാത്മകമായ മാർഗത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ചിപ്കോ പ്രസ്ഥാനം. അപ്പോൾ 1927 ഉത്തരാഖണ്ഡ് പ്രദേശത്ത് ആണ് ആര് ജനിച്ചത്? നമ്മുടെ ബഹുഗുണ, സുന്ദർലാൽ ബഹുഗുണ ജനിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി ആയിരുന്നു. അദ്ദേഹം വനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പ്രാദേശിക സമൂഹങ്ങൾ അദ്ദേഹം അണിനിരത്താൻ തീരുമാനിച്ചു. അങ്ങനെ മുറിക്കുന്ന വനങ്ങളെ അല്ലെങ്കിൽ മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അതിൽ നിന്ന് തടയുക എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നിരുന്ന ആശയം. അതുപോലെ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും അതുപോലെ സുസ്ഥിര വികസനത്തിനും വേണ്ടിയിട്ട് കുറേ പ്രചരണങ്ങൾ നടത്തിയ വ്യക്തിയായിരുന്നു നമ്മുടെ സുന്ദർലാൽ ബഹുഗുണ. പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും സുസ്ഥിര വികസനത്തിനും വേണ്ടി ധാരാളം പ്രചരണങ്ങൾ നടത്തിയ വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഹിമാലയൻ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹം ശബ്ദമുയർത്തി എന്നുള്ളതാണ്. അതായത് കാറ്റിൽ നിന്നുള്ള ഊർജ്ജം തുടങ്ങിയ ബദൽ ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗത്തെക്കുറിച്ച് അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഹിമാലയൻ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തെക്കുറിച്ച് അതിനുവേണ്ടി അദ്ദേഹം വാദിച്ചു. അതുപോലെ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, അതായത് പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഊർജ്ജ സംവിധാനങ്ങളെക്കുറിച്ച് അദ്ദേഹം ബോധവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1981 അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. 2009 പത്മവിഭൂഷണും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. 81 പത്മശ്രീ ലഭിച്ചു, 2009 പത്മവിഭൂഷണം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഇങ്ങനെയൊക്കെ പരിസ്ഥിതിക്ക് വേണ്ടി ജീവിച്ച് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ മഹത് വ്യക്തി മരിച്ചത് COVID-19 സങ്കീർണതകൾ കൊണ്ട് 2021 മെയ് മാസത്തിലാണ് അദ്ദേഹം അന്തരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഭക്ഷ്യസുരക്ഷാ ബില്ലിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യയിലെ ഭക്ഷ്യ നിയമങ്ങളെ ഏകീകരിക്കുന്നതിനും അതുപോലെ അതിനെ കാര്യക്ഷമമാക്കുന്നതിനും വേണ്ടി നടപ്പാക്കിയിട്ടുള്ള ഒരു നിയമനിർമ്മാണത്തെയാണ് എന്ത് പറയുക, ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആക്ട്സ് എന്ന് പറയുന്നത്. അതായത് ഇത് 2006 വന്നിട്ടുള്ളത്. ഇന്ത്യയിലെ ഭക്ഷ്യ നിയമങ്ങളെ ഏകീകരിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമായിട്ട് നടപ്പിലാക്കിയ ഒരു ഇന്ത്യൻ നിയമനിർമ്മാണമാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് എന്ന് പറഞ്ഞത്. 2006 ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക്
മാനദണ്ഡങ്ങൾ നിർണ്ണയിക്കാം. അവയുടെ നിർമ്മാണം, സംഭരണം, അതുപോലെ വിതരണം, വിൽപ്പന, അതുപോലെ ഇറക്കുമതി ഇവയൊക്കെ നിയന്ത്രിക്കുക. അതിലൂടെ എന്ത് ചെയ്യുക, മനുഷ്യൻ്റെ ഉപഭോഗത്തിന് സുരക്ഷിതത്വവും അതുപോലെ തന്നെ ആരോഗ്യകരമായ ഭക്ഷണത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു ഏത്, ഭക്ഷ്യ സുരക്ഷാ നിയമം എന്നുള്ള ഈ ഒരു നിയമം 2006 വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ രാജ്യത്ത് എന്ത് ചെയ്തു, ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ള ഒരു റെഗുലേറ്ററി ബോഡിയായിട്ട് ഈ ഒരു നിയമം സ്ഥാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കായി ശാസ്ത്രാധിഷ്ഠിതമായിട്ടുള്ള മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുക. അതായത് ഏതൊക്കെ പ്രോഡക്ട്സ് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ള ശാസ്ത്രീയമായിട്ടുള്ള മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുക. അതുപോലെ തന്നെ ഭക്ഷ്യ ഇറക്കുമതി നിയന്ത്രിക്കുക. അതുപോലെ ഭക്ഷ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കൽ അത് നിർബന്ധമായും നടപ്പിൽ വരുത്തുക. ഇവയുടെയൊക്കെ ഉത്തരവാദിത്വം നമ്മുടെ ഈ ഒരു ഫുഡ് ആൻഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കൊടുത്തു. ഓക്കെ, ഇങ്ങനെ ഈ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനും സുരക്ഷിതമല്ലാത്ത ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വരികയാണെങ്കിൽ അതിനെ തിരിച്ചു വിളിക്കുന്നതിനും ഉള്ള അവകാശം അതിനുള്ളതായിരുന്നു ഈ ഒരു നിയമം എന്ന് പറഞ്ഞാൽ. അതായത് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാനുള്ള നിയമമായിരുന്നു ഇത്. അപ്പോൾ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർമാർക്കുള്ള ഭക്ഷ്യസുരക്ഷാ പരിശീലനത്തിനും അതുപോലെ സർട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ ലബോറട്ടറികളും ഗവേഷണ സ്ഥാപനങ്ങളും സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഭക്ഷ്യസുരക്ഷാ ബില്ല് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇന്ത്യയിലെ ഭക്ഷ്യ നിയമങ്ങളെ ഏകീകരിക്കാൻ വേണ്ടിയിട്ടും അത് കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ നിയമനിർമ്മാണമാണ്. അതിന് കൊണ്ടുവന്ന ഒരു വ്യവസ്ഥയാണ് ഇത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് എന്ന് പറഞ്ഞുള്ളത്. അപ്പോൾ 1954 അതുപോലെ ഭക്ഷ്യമായം തടയൽ നിയമം പോലെ ഇന്ത്യയിലെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കുറേ മുമ്പുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും 2006 ഏതിലേക്ക് വന്നു? ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട്. അതായത് ഈ പറഞ്ഞ നിയമങ്ങളെല്ലാം 1954 ഭക്ഷ്യമായം തടയൽ എന്നുള്ള നിയമവും അതുപോലെ തന്നെ മറ്റ് ഇന്ത്യയിൽ ഇതിന് മുമ്പുള്ള കാലഹരണപ്പെട്ട എല്ലാ നിയമങ്ങളുടെയും വകുപ്പുകളെല്ലാം ഈ 2006 ഈ ഒരു നിയമത്തിൻ്റെ അണ്ടറിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ 2006 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം 2011 ഓഗസ്റ്റ് 5 അത് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഉപഭോക്താക്കളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട നിയമമായിരുന്നു ഇത് 2006 ഭക്ഷ്യ സുരക്ഷാ നിയമം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ABSCയെ കുറിച്ചാണ്. ഓക്കെ, അതായത് ഇത് അവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ള മിസ്റ്റേക്കാണ്. അപ്പോൾ ഇന്ത്യയിലെ ആസാമിലെ ബോഡോലാൻഡ് ടെറിട്ടറിയിൽ റീജിയണൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയായിരുന്നു ഏത്, ഓൾ ബോഡോ സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറഞ്ഞാൽ. ഓൾ ബോഡോ സ്റ്റുഡൻസ് യൂണിയൻ എന്നുള്ളതിൻ്റെ ABSU എന്നുള്ളതാണ്. SU അത് ഒരുമിച്ചായി പോയതാണ്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്ന തദ്ദേശീയ സമൂഹമോ ബോഡോ ജനതയും, അതായത് ഒരു തദ്ദേശീയരായിട്ടുള്ളൊരു വിഭാഗമാണ് ഇത് ബോഡോ ജനത. അപ്പോൾ അവരുടെ ക്ഷേമവും അവകാശങ്ങളും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 1967 രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് ഏത്, ABSU എന്ന് പറഞ്ഞാൽ. അതായത് ഈ ഒരു പ്രദേശത്ത് നമ്മുടെ ആസാമിലെ ബോഡോലാൻഡ് ടെറിട്ടറിയിൽ ജീവിക്കുന്ന റീജിയണൽ ആൾക്കാർ, അതായത് പ്രാദേശിക ജനവിഭാഗങ്ങളുടെ ബോഡോ എന്ന ജനതയുടെ ക്ഷേമവും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടത് 1967 രൂപീകരിക്കപ്പെട്ടത് സംഘടനയാണ് ABSU, ഓൾ ബോഡോ സ്റ്റുഡൻറ് യൂണിയൻ എന്നുള്ള സംഘടന. ബോഡോ ജനതയുടെ രാഷ്ട്രീയവും സാംസ്കാരികവും ഭാഷാപരവുമായ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി പ്രവർത്തിച്ചു, നമ്മുടെ ABSU പ്രവർത്തിച്ചു. അതാണ് അബ്സു എന്നിവിടുന്ന് എഴുതിയിട്ടുള്ളത്. ദെൻ ഈ 1980കളിലും 90കളിലും ബോഡോ ജനതയ്ക്കായിട്ട് ഒരു പ്രത്യേക പ്രസ്ഥാനം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു ശ്രമം ABSU നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒടുവിൽ 2003 ബോഡോലാൻഡ് ടെറിട്ടോറിയൽ കൗൺസിൽ രൂപീകരിക്കുന്നതിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ABSU എന്ന ആ ഒരു പ്രസ്ഥാനം ഈ ജനതയ്ക്ക് വേണ്ടി പ്രത്യേകമായൊരു പ്രസ്ഥാനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 2003 ബോഡോലാൻഡ് ടെറിട്ടോറിയൽ കൗൺസിൽ രൂപീകരണത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ ബോഡോലാൻഡ് ടെറിട്ടോറിയൽ റീജിയനിലെ വിദ്യാഭ്യാസം, ആരോഗ്യം, സാമ്പത്തിക വികസനം ഇവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും അതുപോലെ തന്നെ ABSU
ഇടപെട്ടിട്ടുണ്ട്. അതായത് ആ പ്രദേശങ്ങളിലെ എല്ലാ പ്രശ്നങ്ങളിലും ഇവർ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഘടന ഈ പ്രദേശത്ത് നിരവധി സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒക്കെ സ്ഥാപിക്കുകയും ഈ ജനതയുടെ ഉന്നമനത്തിന് വേണ്ടി നല്ലപോലെ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബോഡോലാൻഡ് ടെറിട്ടോറിയൽ റീജിയനിൽ കാര്യമായ സാന്നിധ്യമുള്ള ഈ ഒരു സംഘടന ഏറ്റവും സ്വാധീനമുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയായിരുന്നു. ഇത് വിദ്യാർത്ഥികൾക്കിടയിലാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് വംശീയ പിരിമുറുക്കത്തിൻ്റെയും അതുപോലെ അക്രമത്തിൻ്റെയും ഒരു കാലഘട്ടത്തിൽ സമാധാനവും ഐക്യവും നിലനിർത്തുന്നതിൽ ഈ സംഘടനക്ക് നല്ലൊരു പങ്ക് ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് ഡീമോണിറ്റൈസേഷൻ എന്നുള്ളതാണ്. എന്താണ് ഡീമോണിറ്റൈസേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ 2016 മുമ്പുള്ള ഇന്ത്യയുടെ ചരിത്രത്തിലെ നിരവധി നോട്ട് നിരോധന സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അതായത് 1946 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏതൊക്കെ, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1000, അതുപോലെ 5000, 10,000 രൂപയുടെ എല്ലാ നോട്ടുകളും ഇല്ലാതാക്കിയിട്ടുണ്ട്. 1946 അത് നടന്നത്. 1946 1000-ൻ്റെയും 5000-ൻ്റെയും 10,000-ൻ്റെയും ഒക്കെ നോട്ടുകൾ നിരോധിച്ചിട്ടുണ്ട്. 1978 1000, 5000, 10,000 രൂപ നോട്ടുകൾ വീണ്ടും അസാധുവാക്കി. ഇപ്പോൾ നികുതി വെട്ടിപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? നികുതി വെട്ടിപ്പ് തടയുന്നതിന് സമ്പദ് വ്യവസ്ഥയിൽ കണക്കിൽപ്പെടാത്ത പണത്തിൻ്റെ ഉപയോഗം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1980 സർക്കാർ 1000 രൂപ നോട്ട് വീണ്ടും പുറത്തിറക്കി. 1987 500 രൂപ നോട്ടും വീണ്ടും പുറത്തു കൊണ്ടുവന്നു. 1980 1000 രൂപ നോട്ടും 87 500 രൂപ നോട്ടും പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 2000 1000, 5000, 10,000 രൂപ നോട്ട് വീണ്ടും എന്ത് ചെയ്തു? അസാധുവാക്കി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും 2016 നവംബറിൽ പ്രചാരത്തിലുണ്ടായിരുന്ന എല്ലാ 500, 1000 രൂപ നോട്ടുകളും അസാധുവാക്കുന്നതായി സർക്കാർ പ്രഖ്യാപിച്ചതോടുകൂടിയാണ് ഇന്ത്യയിലെ ഏറ്റവും പുതിയതും സുപ്രധാനവുമായിട്ടുള്ള ഒരു നോട്ട് നിരോധനം നടന്നിട്ടുള്ളത്. അപ്പോൾ സമ്പദ് വ്യവസ്ഥയിലെ കള്ളപ്പണം, അഴിമതി, കള്ളനോട്ട് ഇവയൊക്കെ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണിത്, ഡീമോണിറ്റൈസേഷൻ എന്ന പദ്ധതി, അതായത് നോട്ട് നിരോധനം എന്നുള്ള പദ്ധതി. അപ്പോൾ 2016 മുമ്പ് പല പ്രാവശ്യങ്ങളിലായിട്ട് നോട്ട് നിരോധനങ്ങൾ നടന്നിട്ടുണ്ട്. 1946 1000, 5000, 10,000 രൂപയുടെ നോട്ടുകൾ നിരോധിച്ചിട്ടുണ്ട്. 78 1000, 5000, 10,000 രൂപയുടെ നോട്ടുകൾ വീണ്ടും നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ 80 സർക്കാർ 1000 രൂപയുടെ നോട്ട് വീണ്ടും പുറത്തിറക്കിയിട്ടുണ്ട്. 87 500 രൂപ പുറത്തിറക്കിയിട്ടുണ്ട്. 2000 1000, 5000, 10,000 വീണ്ടും അസാധുവാക്കിയിട്ടുണ്ട്. ദെൻ 2016 നവംബറിൽ പ്രചാരത്തിലുണ്ടായിരുന്ന 500, 1000 രൂപ നോട്ടുകളും അസാധുവായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചതോടുകൂടിയാണ് ഈ നോട്ട് നിരോധനം എന്നുള്ള ആ ഒരു കാര്യം യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത്. അതായത് കള്ളപ്പണം, അഴിമതി, കള്ളനോട്ട് ഇവയൊക്കെ തടയുന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഈ ഒരു നോട്ട് നിരോധനം എന്ന് പറഞ്ഞാലും. ഓക്കെ, ഇനി നമുക്ക് ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസിനെ കുറിച്ച് പറയാം. അതായത് 1947 മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ന്യൂഡൽഹിയിൽ നടന്ന ചരിത്രപരമായിട്ടുള്ള ഒരു സമ്മേളനമായിരുന്നു ഇത് ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ. 1947 മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ന്യൂഡൽഹിയിൽ നടന്ന ചരിത്രപരമായിട്ടുള്ള സമ്മേളനമായിരുന്നു ഇത് ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ഏഷ്യൻ ഐക്യം, കോളനിവൽക്കരണം, സാമ്പത്തിക വികസനം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വിവിധ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളും പ്രതിനിധികളും ഒക്കെ ഒത്തുചേർന്നിട്ടുണ്ട്. 1947 മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ന്യൂഡൽഹിയിൽ നടന്ന ചരിത്രപരമായിട്ടുള്ള ഒരു സമ്മേളനത്തെയാണ് എന്ത് പറയുന്നത്? ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സംഘടിപ്പിച്ച ഈ സമ്മേളനത്തിൽ ഏഷ്യൻ ഐക്യം, കോളനിവൽക്കരണം, സാമ്പത്തിക വികസനം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുകയും അതിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തു അല്ലേ. അപ്പം ചൈന, ജപ്പാൻ, ഇന്തോനേഷ്യ, ബർമ്മ, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ മ്യാൻമറാണ് ബർമ്മ, ഇറാഖ്, ഇറാൻ, സിറിയ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഇവയുൾപ്പെടെയുള്ള 29 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. അപ്പോൾ പൊതുവായ ആശയങ്ങളും ആശങ്കകളും പ്രശ്നങ്ങളും ചർച്ച ചെയ്യാൻ വിവിധ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ആദ്യമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തെ ഏഷ്യൻ ഐക്യദാർഢ്യത്തിലെ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായിട്ട് കരുതപ്പെടുന്നുണ്ട്. അപ്പോൾ ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ ഈ സമ്മേളനം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ സാമ്രാജ്യത്വം, കൊളോണിയലിസം, മറ്റു തരത്തിലുള്ള ബാഹ്യ ആധിപത്യം എന്നിവയ്ക്കെതിരെ പോരാടാൻ എന്ത് ചെയ്തു? ഏഷ്യൻ ഐക്യത്തിൻ്റെയും ഐക്യദാർഢ്യത്തിൻ്റെയും ആവശ്യകത അവർ ഊന്നി പറയുന്നുണ്ട്.
അതുപോലെ വ്യാപാരം, വ്യവസായം, കൃഷി, വിദ്യാഭ്യാസം ഈ മേഖലകളിൽ ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിൽ കൂടുതൽ സഹകരണം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഏഷ്യയിലെ കൊളോണിയൽ യുഗത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസിന് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതായത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ആശയങ്ങൾ കൈമാറാനും സഖ്യങ്ങൾ രൂപീകരിക്കാനും ഇതൊരു വേദി നൽകി. അതുപോലെ വികസിത രാജ്യങ്ങൾക്കിടയിലും നിഷ്പക്ഷതയും സ്വാതന്ത്ര്യവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 1961 സ്ഥാപിതമായ ചേരിചേരാ പ്രസ്ഥാനത്തിന് പ്രചോദനം നൽകാനും ഇത് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഏഷ്യൻ ഐക്യത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ചരിത്രത്തിലെ ഒരു സുപ്രധാനമായ നാഴികക്കല്ലായിരുന്നു നമ്മുടെ ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏഷ്യയിലും അതിന് പുറത്തും സമാധാനം, സമൃദ്ധി, വികാസം ഇവയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രാദേശികവും അന്തർദേശീയവുമായ സഹകരണത്തിൻ്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്ന ഒരു സമ്മേളനമായിരുന്നു നമ്മുടെ ഏഷ്യൻ കോൺഫറൻസ്, ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ. ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ. അപ്പം 1947 മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ന്യൂഡൽഹിയിൽ നടന്ന പ്രസിദ്ധമായിട്ടുള്ള സമ്മേളനമാണ് ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ്. ഇതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? അതായത് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സംഘടിപ്പിച്ച ഈ ഒരു സമ്മേളനത്തിൽ ഏഷ്യൻ ഐക്യം, കോളനിവൽക്കരണം, സാമ്പത്തിക വികസനം ഇവ ചർച്ച ചെയ്യുക. അതിന് 29ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളിച്ചു അല്ലേ. അപ്പോൾ അതിൻ്റെ ഇതെന്താണ്? അതായത് ഏഷ്യയിലും അതിനു പുറത്തും സമാധാനം, സമൃദ്ധി, വികസനം എന്നിവയായിരുന്നു ഈ ഒരു സമ്മേളനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ. ഇനി പുതിയ വിദ്യാഭ്യാസ നയം, ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ച് നോക്കാം. അപ്പോൾ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി 1986 ഒരു പുതിയ വിദ്യാഭ്യാസ നയം അവതരിപ്പിച്ചു. 21ാം നൂറ്റാണ്ടിലെ വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നവീകരിക്കാനും അത് ലക്ഷ്യമിടുന്നുണ്ട്. അതായത് നമ്മുടെ രാജീവ് ഗാന്ധി 1986 ഒരു പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നു. അപ്പോൾ രാജീവ് ഗാന്ധിയുടെ ഈ വിദ്യാഭ്യാസ നയത്തിലെ വ്യവസ്ഥകൾ എന്തൊക്കെയായിരുന്നു? രാജീവ് ഗാന്ധിയുടെ വിദ്യാഭ്യാസ നയത്തിലെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? അതായത് 10+2+3 എന്ന വിദ്യാഭ്യാസ ഘടന, 10 വർഷത്തെ പ്രൈമറി, സെക്കൻഡറി വിദ്യാഭ്യാസം, തുടർന്ന് 2 വർഷത്തെ ഹയർ സെക്കൻഡറി, ദെൻ 3 വർഷത്തെ ബിരുദ വിദ്യാഭ്യാസം. നമ്മളൊക്കെ പഠിച്ചു വന്ന ആ ഒരു രീതി അതായിരുന്നു. ഇപ്പം ചേഞ്ച് വന്നിട്ടുണ്ട്, നമുക്കത് പിന്നെ പറയാം. ദെൻ ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും ഊന്നൽ, അതുപോലെ വിദ്യാഭ്യാസത്തിലും ഗവേഷണത്തിലും ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും പ്രാധാന്യം ഇതൊക്കെ ഊന്നൽ നൽകുന്നതായിരുന്നു ഈ ഒരു ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി അല്ലേ. അപ്പം അതുപോലെ തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം അംഗീകരിച്ചു. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ അവതരിപ്പിക്കുക. അതുപോലെ ഇന്ത്യയുടെ ഭാഷയുടെ പ്രോത്സാഹനം, ഇന്ത്യൻ ഭാഷകളെ പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ ലക്ഷ്യത്തോടു കൂടി പ്രാഥമിക തലത്തിലെ പ്രാദേശിക ഭാഷകളിലൂടെ മാത്രമേ പഠനം പാടുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഇതും ഈ ഒരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസിൻ്റെ ഭാഗമായിരുന്നു. അധ്യാപക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ജില്ലാ തലത്തിൽ അധ്യാപക പരിശീലന സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. മുതിർന്നവർക്കുള്ള വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ പരിപാടികൾ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അതുപോലെ അപ്പോൾ ഇത്തരത്തിൽ രാജീവ് ഗാന്ധിയുടെ പുതിയ വിദ്യാഭ്യാസ നയം ഇന്ത്യയിലെ വിജ്ഞാനാധിഷ്ഠിതമായ സമൂഹത്തിന് വികാസം വരുത്തുകയും അതുപോലെ തന്നെ എല്ലാവർക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകേണ്ടതിൻ്റെ ആവശ്യകതയെ ഊന്നി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞാൽ, പുതിയ വിദ്യാഭ്യാസ നയം ആര് കൊണ്ടുവന്നു? രാജീവ് ഗാന്ധി കൊണ്ടുവന്നു. എന്തൊക്കെയായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ? ഒന്നാമത്തത് 10+2+3 എന്ന നമ്മളൊക്കെ പഠിച്ച പാറ്റേൺ. ദെൻ ശാസ്ത്രീയ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം, മുതിർന്നവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം, ഇന്ത്യൻ ഭാഷകളുടെ പ്രോത്സാഹനം, അധ്യാപക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം. ഇതൊക്കെയായിരുന്നു, ഈ 6 വ്യവസ്ഥകളായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. ഇനി തൃക്കൊടിത്താനം 356, അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 356 ഇന്ത്യൻ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് 356. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ സംവിധാനം തകരാറിലാവുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കാനും സംസ്ഥാനം ഭരിക്കാൻ ഗവർണറെ നിയമിക്കാനും രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഒരു ആർട്ടിക്കിളാണ് ഇത് 356. അതായത് സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ സംവിധാനം എന്തെങ്കിലും
തകരാറ് വന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലകൾ തിരിച്ചു വാങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും? സംസ്ഥാനം ഭരിക്കാൻ ഗവർണറെ നിയമിക്കുന്ന ആർട്ടിക്കിളാണ് 356. ഈ ആർട്ടിക്കിൾ അനുസരിച്ച് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം ഭരണഘടനയ്ക്ക് അനുസൃതമായി നടത്താൻ കഴിയില്ലെന്ന് രാഷ്ട്രപതിക്ക് ബോധ്യപ്പെട്ട രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും സംസ്ഥാന സർക്കാരിൻ്റെ അധികാരങ്ങൾ ഏറ്റെടുക്കാനും കഴിയും. അപ്പോൾ തുടർന്ന് ഗവർണർ രാഷ്ട്രപതിയുടെ പ്രതിനിധിയായി പ്രവർത്തിക്കുകയും സംസ്ഥാന സർക്കാരിൻ്റെ അധികാരങ്ങൾ അവരുടെ കയ്യിലേക്ക് വരികയും ചെയ്യും. ഇതാണ് തൃക്കൊടിത്താനം 356 എന്ന് പറഞ്ഞാൽ. അപ്പോൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ മറ്റെല്ലാ മാർഗങ്ങളും പരാജയപ്പെടുമ്പോൾ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത് കടുത്ത നടപടിയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അതായത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്ന ജുഡീഷ്യൽ അവലോകനത്തിന് വിധേയമാണ്. അത് ഏർപ്പെടുത്താനുള്ള ഏത് തീരുമാനവും ഉറച്ച അടിത്തറയുടെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കണം. വെറുതെ ഒന്നും ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പദവി ഇങ്ങോട്ട് വാങ്ങിയിട്ട് അവിടെ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാനൊന്നും പറ്റില്ല. എന്നാൽ എന്തെങ്കിലും അത്രയും അതിന് പറ്റിയ സാഹചര്യങ്ങൾ വന്നെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗവർണറുമായും മന്ത്രിസഭയുമായിട്ടൊക്കെ കൂടി ആലോചിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക. ഇനി തിരഞ്ഞെടുക്കുന്ന സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ട് സ്വന്തം ഭരണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാരുകൾ മുൻകാലങ്ങളിൽ ആർട്ടിക്കിൾ 356 ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്ന് വരെ വിമർശിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും രാജ്യത്തിൻ്റെ ഫെഡറൽ ഘടനയുടെ സമഗ്രവും സുസ്ഥിരതയും നിലനിർത്തേണ്ടത് ആവശ്യമാണെന്ന് ഈ ഒരു ലേഖനത്തെ പിന്തുണയ്ക്കുന്നവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും ഭരണഘടനയുടെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ സംസ്ഥാന സർക്കാരുകൾ പരാജയപ്പെടുന്ന ഒരു സമയം വരുമ്പോൾ എന്ത് ചെയ്യാം? ഈ ഒരു നിയമം നമുക്ക് പ്രവൃത്തിയിൽ കൊണ്ടുവരാം. ഈ ഒരു ആർട്ടിക്കിൾ 1975-77 അടിയന്തരാവസ്ഥയിലും അടുത്തിടെ 2019 ജമ്മു കാശ്മീരിലും ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ നിരവധി പ്രശ്നങ്ങളിലും ആ ഒരു സമയത്തൊക്കെ ആർട്ടിക്കിൾ 356 പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 356നെയാണ് നമ്മളിത് ഈ തൃക്കൊടിത്താനം 386 എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 386 ഇന്ത്യൻ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ സംവിധാനം തകരാറിലായാൽ ആ പ്രദേശത്ത് ശക്തമായിട്ടുള്ള രീതിയിൽ ഭരണം എന്ത് ചെയ്യും? രാഷ്ട്രപതി ഭരണം തിരിച്ചുപിടിക്കുകയും ഗവർണറെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ആർട്ടിക്കിൾ 356 എന്ന് പറയുമ്പോൾ. ഇനി നമുക്ക് പറയാനുള്ളത് മണ്ഡൽ കമ്മീഷനെ കുറിച്ചാണ്. രാജ്യത്തെ വിവിധ സമുദായങ്ങൾക്കിടയിലെ ഒരു സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള വഴികൾ കണ്ടെത്താൻ വേണ്ടിയിട്ടും ശുപാർശ ചെയ്യുന്നതിനു വേണ്ടി 1979 ഇന്ത്യ ഗവൺമെൻറ് മണ്ഡൽ കമ്മീഷൻ രൂപീകരിച്ചു. രാജ്യത്തെ വിവിധ സമുദായങ്ങൾക്കിടയിലെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള വഴികൾ കണ്ടെത്താൻ 1979 രൂപീകരിക്കപ്പെട്ട കമ്മീഷനാണ് ഇത് മണ്ഡൽ കമ്മീഷൻ. പാർലമെന്റ് അംഗം BP മണ്ഡലിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷനെ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങളെ തിരിച്ചറിയുന്നതിനും അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായ നില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നടപടികൾ നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ 1980 ഈ മണ്ഡൽ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാരിൻ്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും 27% ജോലികൾ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്യണമെന്ന് എന്ത് ചെയ്തു? ശുപാർശ ചെയ്തു. 80കളിൽ മണ്ഡൽ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഇങ്ങനെ ചെയ്തത്. അപ്പം സർവകലാശാലകളും അതുപോലെ കോളേജുകളും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ OBC വിഭാഗക്കാർക്ക് സീറ്റ് വിഭജനം നൽകണമെന്നും ഈ മണ്ഡൽ കമ്മീഷന് ശുപാർശ ചെയ്തു. മണ്ഡൽ കമ്മീഷന്റെ ശുപാർശകൾ കടുത്ത ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ കാരണമായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചരിത്രപരമായ അനീതികൾ പരിഹരിക്കുന്നതിനും രാജ്യത്തെ സ്ഥാപനങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സ്ഥാനം കിട്ടുന്നതിനും ഈ മണ്ഡൽ കമ്മീഷൻ്റെ വകുപ്പുകൾക്ക് മണ്ഡൽ കമ്മീഷൻ്റെ ശുപാർശകൾക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിരവധി വർഷത്തെ പ്രതിഷേധങ്ങൾക്കും രാഷ്ട്രീയ തന്ത്രങ്ങൾക്കും ശേഷം ഇന്ത്യൻ സർക്കാർ 1990 മണ്ഡൽ കമ്മീഷൻ്റെ ശുപാർശകൾ നടപ്പിലാക്കുകയും എല്ലാ കേന്ദ്ര സർക്കാർ പൊതുമേഖലാ ജോലികളിലും OBC വിഭാഗങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മണ്ഡൽ കമ്മീഷൻ്റെ ശുപാർശകൾ നടപ്പാക്കുന്നത് ഇന്ത്യൻ സമൂഹത്തിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നമുക്കറിയാം അല്ലേ, OBC വിഭാഗക്കാർക്ക് സംവരണം കിട്ടി. തന്നെ വിദ്യാഭ്യാസത്തിൻ്റെയും തൊഴിലവസരങ്ങളുടെയും
വർധനവിൽ ആർക്ക് കൂടി പ്രാധാന്യം കിട്ടി, OBC-ക്കാർക്ക് കൂടി പ്രാധാന്യം കിട്ടി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ സംവരണ പ്രശ്നം ഇന്ത്യയിൽ ഒരു വിവാദ വിഷയമായിട്ട് ഇന്നും തുടരുന്നുണ്ട്. അതിൻ്റെ ഒരു ഫലപ്രാപ്തി, ന്യായം, സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തിൽ സാധ്യമായിട്ടുള്ള സ്വാധീനം, ഇവയെക്കുറിച്ചൊക്കെ ഇന്നും ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മണ്ഡൽ കമ്മീഷന് ആരാണ്? നമ്മുടെ BP മണ്ഡലം, മുന്നത്തെ പാർലമെൻറ്റ് അംഗമായുള്ള BP മണ്ഡലിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷനെയാണ് എന്തിനു വേണ്ടിയിട്ട് വിദ്യാഭ്യാസപരമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങളെക്കുറിച്ച് തിരിച്ചറിയുന്നതിന് അവരുടെ സാമൂഹിക സാമ്പത്തികവുമായ നില മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നിർദ്ദേശിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ ശുപാർശ പ്രകാരം 1979 മണ്ഡൽ കമ്മീഷൻ്റെ ഈ ഒരു ശുപാർശ പ്രകാരമാണ് ഇന്ന് നമുക്ക് OBC-ക്കാർക്ക് സംവരണം കിട്ടിയിട്ടുള്ളത്. ഇനി RTI ആണ്. 2005 വിവരാവകാശ നിയമപ്രകാരം ഇന്ത്യയിലെ പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന ഒരു മൗലിക അവകാശമാണ് വിവരാവകാശം. അതായത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ സുതാര്യവും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതിന് അധികാരികളുടെ കൈവശമുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ ഈ നിയമം പറയുന്നുണ്ട്. അതായത് സർക്കാരിൻ്റെ പ്രവർത്തനം കൃത്യമാക്കാൻ പൊതു അധികാരികളുടെ കൈകളിലുള്ള വിവരങ്ങൾ ലഭ്യമാക്കാൻ പറയുന്നുണ്ട്. അതായത് വിവരാവകാശ ഈ ഒരു RTI നിയമപ്രകാരം ഇന്ത്യയിലെ ഏതൊരു പൗരനും സർക്കാർ വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇവയുള്ള ഏതൊരു അതോറിറ്റിയിലും നിന്ന് വിവരങ്ങൾ അഭ്യർത്ഥിക്കാം. ഈ അഭ്യർത്ഥിക്കുന്ന വിവരങ്ങൾ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ റെക്കോർഡുകൾ, ഇലക്ട്രോണിക് ഡാറ്റ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ രൂപത്തിൽ അഭ്യർത്ഥിക്കാൻ പറ്റും. ഇത് കൊടുക്കൽ സർക്കാർ ഈ സ്ഥാപനങ്ങളുടെ ഡ്യൂട്ടിയാണ്. അത് നിർബന്ധമായും കൊടുത്തിരിക്കണം. അങ്ങനെ ഈ പൊതു അധികാരികൾ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ അഭ്യർത്ഥന ലഭിച്ച് 30 ദിവസത്തിനകം നൽകിയിരിക്കണം. അതിന് കാലതാമസം ഉണ്ടായാൽ അപേക്ഷകന് അല്ലെങ്കിൽ മേലധികാരിക്കോ വിവരാവകാശ കമ്മീഷനോ ഒക്കെ എന്ത് ചെയ്യാം? ഈ അപേക്ഷകന് ആർക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റും? അപേക്ഷകന് മേലധികാരിക്കോ വിവരാവകാശ കമ്മീഷനോ ഒക്കെ അപ്പീൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ സർക്കാരിൻ്റെയും പൊതുസ്ഥാപനങ്ങളുടെയും പ്രവർത്തനത്തിൽ സുതാര്യമാക്കാൻ വേണ്ടി, ഉത്തരവാദിത്വം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പോൾ മുമ്പ് ലഭ്യമല്ലാത്ത വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ ഇത് പൗരന്മാരെ പ്രാപ്തമാക്കുകയും സർക്കാർ വകുപ്പുകളിലെ അഴിമതിയും ദുരുപയോഗവും ഒക്കെ തുറന്നു കാട്ടാൻ വേണ്ടിയുള്ള ഒരു നിയമമാണ് ഇത്. അപ്പം എന്നിരുന്നാലും വിവരാവകാശ നിയമം നടപ്പാക്കുന്നത് വിവരങ്ങൾ നൽകുന്നതിലെ കാലതാമസം, അപര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ, പിന്നെ നിയമത്തിന് കീഴിലുള്ള അവകാശങ്ങളെക്കുറിച്ച് പൗരന്മാർക്കിടയിൽ അവബോധത്തിൻ്റെ അഭാവം, ഇവയുൾപ്പെടെ വെല്ലുവിളികളൊക്കെ നേരിടുന്നുണ്ട്. അപ്പോൾ ഈ വെല്ലുവിളിക്കിടയിലും സർക്കാരിൽ സുതാര്യവും ഉത്തരവാദിത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിന് പൗരന്മാർക്ക് അവരുടെ ജീവിതത്തെയും ഉപജീവനത്തെയും ബാധിക്കുന്ന വിവരങ്ങളിലേക്ക് പ്രവേശനം ഉണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുള്ള ഒരു പ്രധാന ഉപകരണമായിരുന്നു ഇത് വിവരാവകാശ നിയമം എന്ന് പറഞ്ഞാൽ. നമ്മുടെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ സുതാര്യമാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഇനി നമുക്ക് പറയാനുള്ളത് സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ചാണ്. എക്കണോമിക് പ്ലാനിംഗ് 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം രാജ്യത്തിൻ്റെ സാമ്പത്തിക ആസൂത്രണങ്ങൾ ഒരു വലിയ വൈവിധ്യമാർന്ന ജനസംഖ്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു പുതിയ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനുള്ള വെല്ലുവിളികളൊക്കെ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യ വർഷങ്ങളിൽ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഇതൊക്കെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ നിർവഹിക്കുന്നതിനും അതുപോലെ വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിനും ഒക്കെ ഇന്ത്യൻ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അപ്പോൾ 1947 സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം രാജ്യത്തിൻ്റെ സാമ്പത്തിക ആസൂത്രണങ്ങൾ ഒരു വലിയ വൈവിധ്യമാർന്ന ജനസംഖ്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു പുതിയ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ആദ്യ വർഷങ്ങളിൽ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനും അതുപോലെ വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിനും ഒക്കെ ആയിരുന്നു ഇന്ത്യൻ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അങ്ങനെ കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, ഉരുക്ക്, സിമൻറ്റ്, ഊർജ്ജം തുടങ്ങിയ അടിസ്ഥാന വ്യവസായങ്ങൾ നിർമ്മിക്കുക, ആരോഗ്യം, അതുപോലെ തന്നെ വ്യാവസായിക വിദ്യാഭ്യാസം, ഇതൊക്കെ സാമൂഹിക സേവനങ്ങൾ വിപുലീകരിക്കുക, ഇവയൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആദ്യത്തെ ഒരു പഞ്ചവത്സര പദ്ധതി 1951 രൂപീകരിക്കപ്പെട്ടു. ഈ പദ്ധതി രാജ്യത്തെ ഘനവ്യവസായങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും വികസനത്തിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, ഉരുക്ക്, സിമൻറ്റ്, ഊർജം തുടങ്ങിയവ, അതുപോലെ അടിസ്ഥാന വ്യവസായങ്ങൾ നിർമ്മിക്കുക, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ സാമൂഹിക സേവനങ്ങൾ വിപുലീകരിക്കുക, ഇവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആദ്യത്തെ പഞ്ചവത്സര
വികസന പദ്ധതി 1951 ആരംഭിച്ചു. ഈ പദ്ധതി രാജ്യത്തെ ഘനവ്യവസായങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് ഘനവ്യവസായങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും വികസനത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 61 വരെയാണ് അതിൻ്റെ കാലാവധി. ഒന്ന് 51 to 55, 51 to 56, 56 to 61. അപ്പോൾ വ്യവസായവൽക്കരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഉരുക്ക്, രാസവസ്തുക്കൾ, യന്ത്രങ്ങൾ ഇവയൊക്കെ ഇങ്ങനെയുള്ള ഹെവി വ്യവസായങ്ങളുടെ വിപുലീകരണത്തിന് വേണ്ടി ശ്രമിച്ചു. മൂന്നാമത്തെ പദ്ധതി 61 മുതൽ 66 വരെയാണ്. ഭക്ഷ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് കാർഷിക വികസനത്തിൽ തന്നെയാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ദാരിദ്ര്യം കുറയ്ക്കുക, സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുക, ബാങ്കുകളെ, ഇൻഷുറൻസ് തുടങ്ങിയ പ്രധാന വ്യവസായങ്ങൾ ദേശസാൽക്കരിക്കുക, ഇവയിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച 1970-കളിൽ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൽ കൂടുതൽ സോഷ്യലിസ്റ്റ് സമീപനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാലയളവിൽ ഹരിത വിപ്ലവം നടന്നു. കാർഷിക മേഖലയിൽ ഒരു വിപ്ലവം തന്നെ നടന്നു. ഇത് കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കാനും അതോടുകൂടി ഭക്ഷ്യക്ഷാമം ഇല്ലാതെയാവാനും കാരണമായി. 70-കളിലാണ് നടന്നിട്ടുള്ളത്. ദെൻ 80-കളിലേക്ക് വരുമ്പോൾ സമ്പദ് വ്യവസ്ഥയുടെ മേലുള്ള സർക്കാർ നിയന്ത്രണം കുറയ്ക്കാനും അതുപോലെ സ്വകാര്യ മേഖലയിലെ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനും വ്യാപാര നിക്ഷേപ നയങ്ങൾ ഉദാരവൽക്കരിപ്പിക്കുക, ഇങ്ങനെയുള്ള ചില ഇവയിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ എന്ത് ചെയ്തു, കൂടുതൽ വിപണി അധിഷ്ഠിത സാമ്പത്തിക നയങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ നിയന്ത്രണങ്ങൾ നീക്കൽ, വിദേശ വ്യാപാരത്തിൻ്റെ ഉദാരവൽക്കരണം, സർക്കാർ സബ്സിഡികൾ കുറയ്ക്കൽ തുടങ്ങിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നിലവിൽ വന്നു. 1990-കളിൽ വ്യാപാര നിക്ഷേപ നയങ്ങളുടെ ഉദാരവൽക്കരണം, സർക്കാർ ഉടമസ്ഥയിലുള്ള സംരംഭങ്ങളുടെ സ്വകാര്യവൽക്കരണം, അതുപോലെ സമ്പദ് വ്യവസ്ഥയുടെ നിയന്ത്രണം നീക്കൽ ഇവയുൾപ്പെടെയുള്ള സമഗ്ര പരിഷ്കാരങ്ങൾ നിലവിൽ വന്നു ഇന്ത്യയിൽ. ഇതിനെക്കുറിച്ച് 80-കളിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് 90-കളിൽ അത് നടപ്പിൽ വന്നു. അപ്പോൾ ഈ പരിഷ്കാരങ്ങൾ സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കാനും വിദേശ നിക്ഷേപം ആകർഷിക്കാനും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള മത്സരക്ഷമത മെച്ചപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ദാരിദ്ര്യം കുറയ്ക്കുക, സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുക, ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നിവയിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അഥവാ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സോഷ്യലിസ്റ്റ് കമ്പോള അധിഷ്ഠിത നയങ്ങളുടെ മിശ്രിതമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പത്തിക ആസൂത്രണം സാമ്പത്തികമായി ഇന്ത്യയെ മുന്നോക്കം കൊണ്ടുവരുന്നതിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തിൻ്റെ വിവിധ സാമ്പത്തിക ആസൂത്രണങ്ങൾ വിവിധ മേഖലകളിൽ ആസൂത്രണങ്ങളെ കൊണ്ടുവന്നു. ഇതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് സിംല കരാറിനെ കുറിച്ചാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 6th സെമസ്റ്ററിൻ്റെ എക്സാം വരാനിരിക്കുകയാണ്.